ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത്വത്തിന്റെ 1000 പൂക്കളമൊരുക്കി തിരുവോണം ആഗതമായി. വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കിയും പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞും ഈ ആഘോഷവേള അവിസ്മരണീയമാക്കുകയാണ് നാടെങ്ങുമുള്ള മലയാളികൾ. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. കർക്കിടകത്തിലെ ദുരിതങ്ങളകന്ന് പൊന്നിൻചിങ്ങം ആഗതമാകുന്നതോടെ നാടെങ്ങും തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് ഓണത്തിന്റെ ഐതിഹ്യം. പ്രജകളെ ഏറെ ഇഷ്ടമായിരുന്ന മഹാബലി ചക്രവർത്തി എല്ലാ ഓണനാളിലും കേരളത്തിൽ എത്തുന്നുവെന്നാണ് സങ്കല്പം. മഹാബലിയെ വരവേൽക്കാനായി പൂക്കളങ്ങൾ ഒരുക്കിയും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചും ജനങ്ങൾ കാത്തുനിൽക്കും. അത്തം മുതൽ 10 നാൾ പൂക്കളങ്ങൾ തീർക്കും. പൂവട്ടിയുമായി പൂക്കൾ തേടിയിറങ്ങുന്ന കുട്ടികൾ ഓണത്തിന്റെ ഗ്രാമീണ ദൃശ്യങ്ങളിലൊന്നാണ്. പൂവേ പൊലി പൂവേ പൊലി എന്ന പൂപ്പാട്ടുമായി ഗ്രാമീണ വഴികളിലൂടെ കുരുന്നുകൾ പൂതേടിയിറങ്ങും. ശേഖരിക്കുന്ന പൂക്കളെല്ലാം ഒത്തുചേർത്ത് വീട്ടുമുറ്റത്ത് മനോഹരമായ പൂക്കളം തീർക്കും. തിരുവോണത്തെ സ്മരിക്കുമ്പോഴും ഓർമ്മകളിൽ ഓടിയെത്തുന്നത് പൂവിളിയും പൂക്കളും ഓണസദ്യയുമാണ്. വിഭവസമൃദ്ധമായിരിക്കും ഓണസദ്യ. വിവിധതരം ഉപ്പേരി, അവിയൽ, കൂട്ടുകറി, സാമ്പാർ തുടങ്ങി പായസം വരെ നീളുന്നതാണ് സദ്യ. തൂശനിലിൽ സദ്യ വിളമ്പും. ഓണസദ്യ കഴിഞ്ഞാൽ വിവിധതരം വിനോദ പരിപാടികളാണ്. കുട്ടികൾക്ക് ഊഞ്ഞാലാട്ടം, തുമ്പിതുള്ളൽ, സ്ത്രീകൾക്ക് കൈകൊട്ടിക്കളി എന്നിവയാണ് പ്രധാന വിനോദ പരിപാടികൾ. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ചിട്ടാവും ഓരോ തിരുവോണവും പടിയിറങ്ങുന്നത്. വറുത്തുപ്പേരിയും ശർക്കരപ്പേരിയും ഇല്ലാത്ത ഒരു ഓണസദ്യ മലയാളിക്ക് ഓർക്കാൻ കഴിയില്ല. കോഴിക്കോട് കല്ലായി റോഡിലെയും പാളയത്തെയും പലഹാരക്കടകളിലെ തിരക്കിലേക്ക്. ഓണമെത്തിയതോടെ വറുത്തുപേരിയുടെയും ശർക്കരയുപ്പേരിയുടെയും വിപണി സജീവമായി. കോഴിക്കോട് കല്ലായി റോഡിലെയും പാളയത്തെയും പലഹാരക്കടകളിലാണ് തിരക്ക്. അടുപ്പിൽ വെച്ചിരിക്കുന്ന ചട്ടിയിലെ വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിൽ പലവട്ടം കഴുകിയ വാഴയ്ക്ക കഷ്ണങ്ങൾ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി ഉപ്പും ചേർത്തിടുന്നു. സ്വർണ്ണനിറമാകുമ്പോൾ ഉപ്പേരി വറുത്ത് കോരുന്നു. നേന്ത്രക്കായകൾ തൊലികളഞ്ഞ് 4 പകുത്ത് ചീകിയെടുത്താണ് വറുത്തുപേരി ഉണ്ടാക്കുന്നത്. കായ അല്പം കനത്തിൽ മുറിച്ച് ശർക്കര പാനിയിൽ മുക്കി ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നു. നേന്ത്രക്കായയുടെ വറുത്ത ഉപ്പേരിക്കാണ് ആവശ്യക്കാർ കൂടുതലെന്ന് സജീന്ദ്രൻ പറയുന്നു. മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വറുത്തപ്പേരി ശർക്കരപ്പേരിയാണ്, വറുത്താക്കിയാണ്. ഓണത്തിന് കൂടുതൽ സെയിലാവുന്ന സാധനം തന്നെയാണ് വറുത്തപ്പേരി ശർക്കരപ്പേരി തന്നെ. ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്, പല പരിപാടികളും കൊണ്ടുപോകുന്നത്, പല ഓണാഘോഷ പരിപാടികൾക്ക് കൂടുതൽ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നുണ്ട് വറുത്തപ്പേരി ശർക്കരപ്പേരി. കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ വില കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 250 രൂപയായിരുന്നത് ഇത്തവണ കിലോയ്ക്ക് 300 രൂപയാണ്. സദ്യയിൽ തുടക്കത്തിൽ തന്നെ വിളമ്പുന്നത് ഇവ രണ്ടുമാണ്. പൊതുവെ മേട്ടുപ്പാളയം കുലയാണ് ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നേന്ത്രക്കായ്ക്ക് വില കൂടിയെങ്കിലും വറുത്തുപ്പേരി വാങ്ങാൻ ആളുകളേറെയാണ്. വായിൽ കൊതിയൂറും രുചികളുമായി ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത 2 വിഭവങ്ങൾ, കായവറുത്തതും ശർക്കരയുപ്പേരിയും. എണ്ണയിൽ തിളച്ചു പറയുന്ന ഉപ്പേരിയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാണ്. ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ മിഥുനൊപ്പം ബൃന്ദ KM, ജില്ലാ വാർത്തകൾ. കേരളത്തിലെ ഓണക്കാലം കർണാടകയിൽ പൂക്കളുടെ വസന്തകാലമാണ്. മലയാളിക്ക് ഓണപ്പൂക്കളമൊരുക്കാൻ കർണാടകയിലെ പൂപ്പാടങ്ങൾ നേരത്തെ തന്നെ വസന്തം വിരിയിച്ച് കാത്തിരിക്കും. ദൃശ്യങ്ങളിലേക്ക്. മലയാളിക്ക് ഓണപ്പൂക്കളമൊരുക്കാൻ വർണ്ണപ്പൂക്കൾ എത്തുന്നത് കർണാടകയിലെ ഈ പൂപ്പാടങ്ങളിൽ നിന്നാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിലെ പൂവിപണി ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പൂക്കളാണ് ഇവിടെ നിന്നും കേരളത്തിലെത്തുക. ഗുണ്ടൽപേട്ട് കോഴിക്കോട് പാതയിലെ പൂപ്പാടങ്ങളിൽ കഴിഞ്ഞ ദിവസം മുതൽ പൂക്കളുടെ വിളവെടുപ്പ് ആരംഭിച്ചു. വിവിധ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലിപ്പൂവുകളാണ് പ്രധാനമായും കേരളത്തിലേക്ക് കയറ്റി അയക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പല കർഷകരും ഇവിടെ പൂക്കൃഷി ഇറക്കുന്നത്. ഓണമെടുത്തതോടെ പൂക്കളുടെ മൊത്ത വിൽപ്പന വിലയിൽ വർധനവുണ്ടായതായി കർഷകർ പറഞ്ഞു. ഇതിന്റെ പൂ 2-3 കളറുണ്ട്. ലാഭം ഇരിക്കും. ഇവിടെ ഇവിടെ റേറ്റ് 20 രൂപ. അവിടെയൊക്കെ എന്റെ സീസണിക്ക് 50 രൂപ 60 രൂപ കൊടുത്താൽ നമുക്ക് 1 രൂപ 10 രൂപ 20 രൂപ ലാഭം കിട്ടാണ്. നമുക്ക് അത് റെഡി. ഗുണ്ടൽപേട്ടിലെ കർഷകരിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് പൂക്കൾ കേരളത്തിലെ മാർക്കറ്റുകളിൽ എത്തുന്നത്. തിരുവോണത്തലേന്നുവരെ ഇവിടെ നിന്നും പൂക്കൾ കയറ്റി അയക്കും.
ഓണക്കാലം കർണാടകയിലെ പൂപ്പാടങ്ങളിൽ വിളവെടുപ്പിന്റെ കാലമാണ്. എന്തിനും ഏതിനും പുതുമ കാണുന്ന ന്യൂജൻ പിള്ളേരുടെ ഓണാഘോഷത്തിലുമുണ്ട് ഏറെ വ്യത്യസ്തത. മലയാണ്മ വിളിച്ചോതുന്ന പുളിയിലക്കരമുണ്ടിനും കസവുമുണ്ടിനുമെല്ലാം ഇവരുടെ ഇഷ്ടനായകന്റെ കോസ്റ്റ്യൂമിനു മുന്നിൽ മാറി നിൽക്കേണ്ടി വരുന്നു. വിവാദങ്ങൾ ജനപിന്തുണയായി മാറ്റിയ പ്രേമം തരംഗം വിദ്യാർത്ഥികൾ ഇപ്പോഴും ആഘോഷമാക്കി മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. പ്രേമം ചിത്രത്തിലെ നായകനെ അനുകരിച്ചാണ് സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള കുട്ടികൾ ഓണാഘോഷം നടത്തുന്നത്. കോഴിക്കോട് കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഓണാഘോഷ പരിപാടികൾക്കിടയിലും നിറഞ്ഞുനിന്നത് കുട്ടി നിവിൻ പോളിമാരായിരുന്നു. ഓണാഘോഷത്തിനായി കസവ് കരയുള്ള മുണ്ടിന് പകരം ഇഷ്ടനായകന്റെ കോസ്റ്റ്യൂം തിരഞ്ഞെടുത്ത കുട്ടികൾ ആവേശത്തോടെ ഞങ്ങൾക്ക് മുന്നിൽ അണിനിരന്നത് കൌതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു. പുളിയിലക്കരമുണ്ടും നേരിയതും കസവുമുണ്ടും ഉടുത്തൊരുങ്ങി ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്ന മലയാളിക്ക് കേവലം ഒരു സിനിമയുടെ വരവോടെ നമ്മുടെ മലയാണ്മയും ഗൃഹാതുര സ്മരണകളും മാറ്റി നിർത്താൻ കഴിയുന്നത് ഏറെ ഖേദകരം എന്നുതന്നെ പറയേണ്ടി വരും. ചിങ്ങം പിറക്കുന്നത് മുതൽ തിരുവോണം വരെ കോഴിക്കോട്ടെ പായസപ്രേമികൾക്ക് കുശാലാണ്. ആഘോഷ തിരക്കിനിടയിലും പായസമേളകളിൽ കയറിയിറങ്ങാൻ ഇക്കൂട്ടർ സമയം കണ്ടെത്തും. രുചിവൈവിധ്യങ്ങളൊരുക്കി KTDC പായസമേളയിലും ജനത്തിരക്ക് കാണാമായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് KTDCയിൽ വർഷം തോറും സംഘടിപ്പിക്കാറുള്ള പായസമേള ആരംഭിച്ചു. ചിങ്ങം 1 ആരംഭിച്ച മേള തിരുവോണ നാളായ ഓഗസ്റ്റ് 28 അവസാനിക്കും. ചലച്ചിത്ര താരം അലീന മോഹൻ ഉദ്ഘാടനം ചെയ്തു. KTDC ഡയറക്ടർ CVM വാണിമേൽ അധ്യക്ഷനായിരുന്നു. പ്രദീപം മുഖ്യ പത്രാധിപർ AV പ്രകാശ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂരിനെ ആദ്യ വിൽപ്പന നടത്തി. കൌൺസിലർ P കിഷൻ ചന്ദ്, CDA ചെയർമാൻ NC അബൂബക്കർ, മലബാർ മെൻഷൻ മാനേജർ KK ഷാജി, ധർമ്മപാലൻ എന്നിവർ സംസാരിച്ചു. പാലട, പരിപ്പ് പായസം, പൈനാപ്പിൾ പായസം, അമ്പലപ്പുഴ സ്പെഷ്യൽ പായസം, പഴം പായസം, അടപ്രഥമൻ, മാമ്പഴ പായസം എന്നീ പായസങ്ങൾ കൂടാതെ ഇത്തവണ ചക്കപ്രഥമനുമുണ്ട്. പായസം അഡ്വാൻസ് ബുക്കിംഗിന് 0495 2721 593 940000 8545 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് KTDC മാനേജർ KK ഷാജി അറിയിച്ചു. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞ് സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തിരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാണ് പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. ഗാഡ്ജറ്റ് ലോകമെന്നാൽ 3G മൊബൈൽ വേൾഡ് അല്ലാതെ മറ്റൊന്നുമില്ല. മികച്ച സേവനം, കുറഞ്ഞ വില. ഇത് 3Gയിലല്ലാതെ മറ്റെവിടെ കിട്ടാനാ? എല്ലാ പ്രേക്ഷകർക്കും 3G മൊബൈൽ വേൾഡിന്റെയും എന്റെയും
അടിച്ചു പൊളിക്കൂ. ഈ ഓണം 3Gയോടൊപ്പം സ്വിറ്റ്സർലാൻഡിൽ. പർച്ചേസ് ചെയ്യൂ, നേടൂ. ഇന്നോവ കാർ, മോട്ടോർ ബൈക്ക്, ഹോം അപ്ലയൻസസ്, ഗോൾഡ് കോയിൻസ് തുടങ്ങി നിരവധി സമ്മാനങ്ങളും. 3G മൊബൈൽ വേൾഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ആൻഡ് വയനാട്. വാർത്തകൾ തുടരുന്നു. ഫേസ്ബുക്കും വാട്സപ്പും സജീവമായതോടെ ആവശ്യവും അനാവശ്യവുമൊക്കെയായി എന്തിനുമേതിനും കൂട്ടായ്മകളാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി മണ്ണിന്റെ മനസ്സറിയുന്നവരുടെ ഒരു കൂട്ടായ്മ വേറിട്ട് നിൽക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ചേക്കേറിയ മലയാളിക്ക് കൃഷി എന്ന വികാരവുമായി ചേക്കേറാൻ ഒരു ചില്ലയാവുകയാണ് കൃഷിഭൂമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ. കൃഷി അറിഞ്ഞു കൃഷി പറയാൻ വലുപ്പച്ചെറുപ്പമില്ലാത്ത ഒരു വേദിയുടെ ആവശ്യകതയെക്കുറിച്ച് ഒരു കൂട്ടം ആളുകൾ ചിന്തിച്ചപ്പോഴാണ് കൃഷിഭൂമി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പിറവിയെടുക്കുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കാൻ നിർബന്ധിതരാകുന്ന ഓരോ മലയാളിയെയും കൃഷിയിലേക്ക് കൈപിടിച്ച് നയിക്കുക എന്ന ദൌത്യമാണ് ഈ കൂട്ടായ്മ ഏറ്റെടുത്തിരിക്കുന്നത്. കാർഷിക കേരളം മറന്ന വിളകൾ, ആധുനിക കൃഷിരീതികൾ, വ്യാപകമാകുന്ന കീടങ്ങളെ തുരത്താനുള്ള മാർഗങ്ങൾ തുടങ്ങി കൃഷിയെക്കുറിച്ചുള്ള ഏതൊരു സംശയത്തിനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ മറുപടികൾ ലഭ്യമാണ്. ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ച് നേരിട്ടറിയാൻ ഞങ്ങൾ പോയത് കൃഷിഭൂമിയിൽ അംഗമായ കോഴിക്കോട് ചേവായൂരിലെ ജേക്കബ് കൊഴുമ്പിലിന്റെ തോട്ടത്തിലേക്കായിരുന്നു. 6.5 സെന്റ് സ്ഥലത്തുള്ള വീടിന്റെ മട്ടുപ്പാവിലും വീടിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിലും പടർന്നു പന്തലിച്ച് കിടക്കുന്ന വൈവിധ്യങ്ങളായ പഴങ്ങളും പച്ചക്കറികളുമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. കൃഷിഭൂമി പോലുള്ള കൂട്ടായ്മകൾ ഒരു പുത്തൻ കാർഷിക സംസ്കാരത്തിന് തുടക്കമാകുമെന്നും സ്കൂൾ തലം മുതലുള്ള നിരവധി കുട്ടികൾ കൃഷിരീതികൾ മനസ്സിലാക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചെത്തുന്നുണ്ടെന്നും ജേക്കബ് കൊഴുമ്പിൽ പറഞ്ഞു. ഇതിങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ ഈ കൃഷി ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ഒന്നുപെടുന്നുണ്ട്. അവരിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ പ്രധാനമായിട്ട് ഏതെല്ലാം തരം വിത്തുകൾ ആവശ്യമുണ്ടോ ആവശ്യമുള്ളവർക്കെല്ലാം വിത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, കറ്റാർവാഴ, ആടലോടകം, പുന്നാരി വീരൻ ചീര, ആനക്കൊമ്പൻ വെണ്ട, മണിത്തക്കാളി, ശീമച്ചേമ്പ്, കാവേരിവാഴ, സ്ട്രോബെറി, ഏലം, ചോളം, കിവാനോ ഫ്രൂട്ട്, പെപ്പിനോ ഫ്രൂട്ട്, ഷമാം, തിപ്പലി തുടങ്ങി വൈവിധ്യമാർന്നതും വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമല്ലാത്തതുമായ നിരവധി പഴങ്ങളും പച്ചക്കറികളും അടങ്ങുന്നതാണ് ജേക്കബിന്റെ മട്ടുപ്പാവ്. ചകിരിച്ചോർ, പിണ്ണാക്ക്, എല്ലുപൊടി, പച്ചച്ചാണകം എന്നീ മിശ്രിതങ്ങളുടെ പ്രത്യേക കൂട്ടാണ് വളമായി ഉപയോഗിക്കുന്നത്. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള നിരവധി പേരാണ് കൃഷിയെക്കുറിച്ച് സംവദിക്കാനും കൃഷി അറിവുകൾ പങ്കുവയ്ക്കാനുമായി കൃഷി എന്ന ഒരൊറ്റ വികാരവുമായി ജീവിക്കുന്നത്. വിവിധതരം വിത്തുകൾ ആവശ്യമുള്ളവർക്ക് മേൽവിലാസത്തിൽ ലഭ്യമാകുന്ന സീഡ് ഓഫ് ലവ് പദ്ധതി, നവകർഷക പരിശീലന പരിപാടി, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പങ്കെടുക്കാവുന്ന സാമ്പാർ ചാലഞ്ച്, കറിവേപ്പില ചാലഞ്ച് തുടങ്ങിയ മത്സരങ്ങൾ എന്നിവയും ഈ കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ്. മത്സരങ്ങളിൽ പ്രവാസികൾക്കായി ഓൺലൈൻ പരിശോധനാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഫേസ്ബുക്കിൽ മാത്രം ഒതുങ്ങാതെ മികച്ച കർഷകനെയും തോട്ടവും കണ്ടെത്താൻ അംഗങ്ങൾക്കായി സമ്പർക്ക സദസ്സുകളും കൂട്ടായ്മ ഒരുക്കാറുണ്ട്. ജേക്കബ് കൊഴുമ്പിലിനെ പോലുള്ള മണ്ണിന്റെ മനസ്സറിയുന്നവരുടെ മാർഗനിർദ്ദേശങ്ങളും അനുഭവ സമ്പത്തും കൈമുതലാക്കിയാണ് കൂട്ടായ്മയുടെ ജൈത്രയാത്ര. പഠനത്തോടൊപ്പം പാവപ്പെട്ടവരുടെ വിശപ്പ് ശമിപ്പിക്കുക കൂടി ചെയ്യുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ചേളന്നൂർ SN കോളേജിലെ വിദ്യാർത്ഥികളാണ് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഈ വിദ്യാർത്ഥികൾ ഭക്ഷണം നൽകുന്നത്. മറ്റു ക്യാമ്പസുകളെ പോലെ പ്രണയവും സൌഹൃദവും പഠനവും അടിച്ചുപൊളിയുമെല്ലാം ചേളന്നൂർ SN കോളേജിലുമുണ്ട്. അതിനുമപ്പുറം നല്ലൊരു മനസ്സുകൂടിയുണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക്. ആ നല്ല മനസ്സ് ഇന്ന് നിരവധി പാവപ്പെട്ടവർക്കാണ് ആശ്രയമാവുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട രോഗികളും കൂട്ടിരിപ്പുകാരും ഭക്ഷണത്തിന് ആശ്രയിക്കുന്നത് ഈ വിദ്യാർത്ഥികളെയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വിദ്യാർത്ഥികളുടെ കൈകളിൽ 2 പൊതിച്ചോറുകൾ ഉണ്ടാകും. ഒന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്, മറ്റേത് മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് വിതരണം ചെയ്യാനുള്ളതും. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം പാതയം എന്ന് പേരിട്ട ഈ സത്പ്രവൃത്തിയിൽ പങ്കാളികളാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഓരോ ദിവസത്തെയും ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ആരും ഇതുവരെ അതിലൊരു മുടക്കവും വരുത്തിയിട്ടില്ല. അധ്യാപികയായ അനുസ്മിതയുടെ ഉറച്ച പിന്തുണ വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിന് കരുത്താകുന്നു. 11 മണിയോടെ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന പൊതിച്ചോറുകളെല്ലാം ശേഖരിക്കാൻ തുടങ്ങും. പിന്നെ 10-15 പേരടങ്ങുന്ന സംഘമായി മെഡിക്കൽ കോളേജിലേക്ക് യാത്രയാകും. 12:30 മുൻപ് തന്നെ ഭക്ഷണ വിതരണം ആരംഭിച്ചിരിക്കും. വാർഡുകളിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കാത്തതിനാൽ പുറത്തുവച്ചാണ് വിതരണം. അറിയാവുന്നവരെല്ലാം വിദ്യാർത്ഥികൾ വരുന്നു നോക്കി അവിടെ ഇരിപ്പുണ്ടാകും. മറ്റുള്ളവരുടെ വിശപ്പടങ്ങുമ്പോഴുള്ള സംതൃപ്തിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രതിഫലം. ചികിത്സ പൂർത്തിയായ രോഗികൾ സ്നേഹത്തോടെ യാത്ര പറയാൻ എത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ സന്തോഷത്തിന് അതിരില്ലാതാകും. ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നവർ നമുക്ക് ചുറ്റും ഉണ്ടെന്ന തിരിച്ചറിവാണ് വിദ്യാർത്ഥികളെ ഇങ്ങനെയൊരു പ്രവർത്തനത്തിലെത്തിച്ചത്. 2014 ലോക ഭക്ഷ്യദിനത്തിൽ തന്നെ ഇതിന് തുടക്കവും കുറിച്ചു. ആദ്യം തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ കണ്ടെത്തിയായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത്. പിന്നീടാണ് ഭക്ഷണ വിതരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ആക്കിയത്.
ചികിത്സാ ചെലവ് പോലും ബുദ്ധിമുട്ടാകുമ്പോൾ ഒരു നേരത്തെ ആഹാരവുമായി ഈ വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് രോഗികൾക്ക് ചെറിയ ആശ്വാസമൊന്നുമല്ല നൽകുന്നത്. ചില ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അതൊന്നും വിദ്യാർത്ഥികളുടെ ഇച്ഛാശക്തിയെ തളർത്തിയില്ല. SN കോളേജിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കുള്ള 15 കിലോമീറ്റർ ദൂരം താണ്ടി ഈ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകുകയാണ് നെച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 120 വിദ്യാർത്ഥികൾ. നിർധനരായ 2 സഹപാഠികൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചെടുക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങിയത് പരസ്പര സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പുത്തൻ കാഴ്ചയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ സേവന പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകുകയാണ് പേരാമ്പ്ര നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 120 വിദ്യാർത്ഥികൾ. നിർധനരായ 2 സഹപാഠികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളും അധ്യാപകരും തെരഞ്ഞെടുത്ത മാർഗമാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ശ്രദ്ധേയമായത്. സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വിവിധ പുസ്തകങ്ങളുടെ പ്രചരണത്തിലൂടെയും വിൽപ്പന നടത്തിയുമാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ നന്മയുള്ള പ്രവർത്തനത്തിന് പണം കണ്ടെത്തിയത്. നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, സ്കൌട്ട്സ്, JRC, SPC തുടങ്ങിയവയിലെ അംഗങ്ങളാണ് സേവനയാത്രയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് കളക്ടറേറ്റിൽ നടന്ന സേവനയാത്രയുടെ ഉദ്ഘാടനം പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. അതിന് അവർ അവലംബിക്കുന്ന ഏറ്റവും നന്മ പറഞ്ഞ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിനേക്കാൾ സർഗാത്മകമായ ഒരു മാർഗത്തിലൂടെയാണ് അവർ സമരം നടത്തുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ സമരത്തിന്റെ ഒരു മാർഗം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു രീതിയാണ് സമരം. പുസ്തക വിതരണവും ഫ്ളാഗ് ഓഫും ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സാഹിത്യകാരി KP സുധീര, ഡോക്ടർ K. മൊയ്തു, കാവിൽ P. മാധവൻ, നജീബ് കാന്തപുരം, ഡോക്ടർ KM നസീർ, C. മുഹമ്മദ് അലി, ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. DC ബുക്സ് സൌജന്യമായാണ് 5000 പുസ്തകങ്ങൾ നൽകിയത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ അന്വേഷണം നടത്തിയാണ് നിർധനരായ കുടുംബങ്ങളെ കണ്ടെത്തിയത്. സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും ഓരോ ഇന്ത്യൻ പൌരനും ഊർജ്ജം നൽകിയ APJ അബ്ദുൽ കലാമിന്റെ അക്ഷരങ്ങളിലൂടെ വീടെന്ന സ്വപ്നം പൂവണിയട്ടെ. വീശിയടിക്കുന്ന കാറ്റിൽ നിന്ന് കുലച്ച വാഴകളെ സംരക്ഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ പയറ്റുകയാണ് മലപ്പുറത്തെ കർഷകർ. 4 ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് കയർ കെട്ടി തോട്ടം സംരക്ഷിക്കുന്ന പുതിയ രീതി ഏറെ ഫലപ്രദമാണെന്നാണ് വാഴ കർഷകർ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ചോക്കാട് അമരമ്പലം. സാധാരണ വർഷങ്ങളിൽ വാഴ കുലച്ച് പാകമായി നിൽക്കുന്ന ഘട്ടത്തിൽ ശക്തമായ കാറ്റടിച്ച് വൻ നഷ്ടം സംഭവിക്കാറ് പതിവാണ്. അമരമ്പലത്ത് ഇത്തവണ 10 ഏക്കർ ഭൂമിയിൽ വാഴ കൃഷിയിറക്കിയ കർഷകരാണ് കാറ്റിൽ നിന്നും വാഴക്കുലകളെ സംരക്ഷിക്കാൻ പുത്തൻ രീതി പരീക്ഷിച്ചത്. വാഴത്തോട്ടത്തിന്റെ ഇടയിലായി ഉയരത്തിൽ കമുങ്ങിൻ കഷ്ണങ്ങൾ കുഴിച്ചിട്ട ഒരു വാഴയെ 4 ഭാഗത്തു നിന്നും പ്ലാസ്റ്റിക് കയർ കെട്ടി സംരക്ഷിക്കുന്നതാണ് പുതിയ രീതി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മേഖലയിൽ വീശിയത് കനത്ത കാറ്റായിട്ടും തങ്ങളുടെ വാഴകൾ സുരക്ഷിതമാണെന്നാണ് കർഷകരിൽ ഒരാളായ ബീരാൻകുട്ടി പറയുന്നത്. കാറ്റടിച്ചാലും വീഴാതെക്കാനില്ല, പിന്നെ മൂത്താണ്ട് കൊല ഒടിയാതെക്കാനും പറ്റും. സുഖമായിട്ട് കൊല്ലം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ബുക്കൊന്ന് പരീക്ഷ നോക്കാം, നമ്മൾ കൊല്ലം നോക്കട്ടെ. മറ്റേ നമ്മൾ തറി കൊടുക്കുകയാണെങ്കിൽ ഇത്ര ബലം കിട്ടൂല, തറി കൊടുത്താൽ കാറ്റടിച്ചാലും പോകും. ഗൂഡല്ലൂർ, മേട്ടുപ്പാളയം തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഴ കൃഷിയെ സംരക്ഷിക്കാൻ ഇത്തരം രീതികളാണ് തുടർന്നു പോരുന്നത്. പുത്തൻ രീതി പരീക്ഷിച്ച് ഇത്തവണ മികച്ച നേട്ടം സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ ഈ വാഴ കർഷകർ. ഒരിടവേള കൂടി, ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗാഡ്ജറ്റ് ലോകമെന്നാൽ 3G മൊബൈൽ വേൾഡ് അല്ലാതെ മറ്റൊന്നുമില്ല. മികച്ച സേവനം, കുറഞ്ഞ വില. ഇത് 3G അല്ലാതെ മറ്റെവിടെ കിട്ടാനാ? എല്ലാ പ്രേക്ഷകർക്കും 3G മൊബൈൽ വേൾഡിന്റെയും എന്റെയും അടിച്ചു പൊളിക്കൂ ഈ ഓണം. 3Gയോടൊപ്പം സ്വിറ്റ്സർലാൻഡിൽ പർച്ചേസ് ചെയ്യൂ, നേടൂ. ഇന്നോവ കാർ, മോട്ടോർ ബൈക്ക്, ഹോം അപ്ലയൻസസ്, ഗോൾഡ് കോയിൻസ് തുടങ്ങി നിരവധി സമ്മാനങ്ങളും. 3G മൊബൈൽ വേൾഡ് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ആൻഡ് വയനാട്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. 1ാം സമ്മാനം 25 പവൻ സ്വർണം, 2ാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, 3ാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്.
അത് നല്ല ഡിസൈൻ അസലായിട്ടുണ്ട് കേട്ടോ. അതെ ഇത് നോക്കൂ, നന്നായിട്ടില്ലേ? അതോ അത് കലക്കുണ്ട്. വേറൊരു സാധനം കാണിച്ചാ ആ നെക്ലസ് ഒന്ന് എടുക്കാൻ പറയൂ. എന്തൊരു ഭംഗിയാ. കാണുന്നതൊക്കെ വാങ്ങാനേ മനസ്സ് പറയും. നമ്മൾ ഇവിടെ വന്നത് ഒരു വള വാങ്ങാനാ. ഒരു വള വാങ്ങാനുള്ള കാശെ കയ്യിൽ കരുതിയിട്ടുള്ളൂ. അല്ല, കല്യാൺ ഗോൾഡ് കാർഡ് മെമ്പർ അല്ലേ? ആ കാർഡൊന്ന് കൊടുത്തിട്ടേ പോയിന്റ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയൂ. 1200 പോയിന്റ്സ് ഉണ്ട്, കൂടാതെ ബോണസ് പോയിന്റും ഉണ്ട് മാഡം. അതെല്ലേ? അപ്പൊ ഇതും കൂടി. മൂല്യമേറിയ ഗോൾഡ് കാർഡ് ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൂക്കളം തീർത്ത് ആദിവാസികൾ ഒരുമയുടെയും കാരുണ്യത്തിന്റെയും സന്ദേശവുമായി ഓണം ആഘോഷിച്ചു. നിലമ്പൂരിലെ TB പരിസരത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ഭീമൻ പൂക്കളം തീർത്തത്. നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ആദിവാസി കുട്ടികളും മഹിളാ സമഖിയുടെ നിലമ്പൂരിലെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ആദിവാസി കുട്ടികളും അടങ്ങുന്ന 200ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഈ ഭീമൻ പൂക്കളം തയ്യാറാക്കിയത്. ഏഴായിരം ചതുരശ്ര അടിയിൽ തീർത്ത പൂക്കളത്തിന് മൊത്തം 6 ടൺ പൂക്കളാണ് ഉപയോഗിച്ചത്. പുലർച്ചെ 5 മണി മുതൽ തുടങ്ങി 11:30 മണിയോടെയാണ് പൂക്കളം പൂർത്തിയാക്കിയത്. ഒരു കുടക്കീഴിൽ ഒത്തൊരുമയുടെ കാരുണ്യത്തിന്റെ ദീപം തെളിയിക്കുന്ന സന്ദേശം നൽകുന്നതാണ് പൂക്കളം. തുടർന്ന് നടന്ന ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം മംഗലാംകുന്ന് ആദിവാസി കോളനിയിലെ ഊരുമൂപ്പൻ കറുപ്പനും പാലക്കയം കോളനിയിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയും ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് പൂക്കളത്തിന് ചുറ്റും നിലമ്പൂർ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ടീമുകൾ അണിനിരുന്ന തിരുവാതിരക്കളി മത്സരം നടത്തി. ഓരോ ടീമിലും 100 അംഗങ്ങൾ വീതമാണ് ഉണ്ടായിരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നിലമ്പൂർ നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾ. ആദ്യമായി ഓണപ്പാട്ടും പൂക്കളവും ഓണസദ്യയുമെല്ലാം ആസ്വദിച്ച സന്തോഷത്തിലായിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ താഴെക്കൊട മുള്ളൻമട കോളനിയിലെ ആദിവാസികൾ. സാമൂഹ്യനീതി വകുപ്പിന്റെ സൈക്കോ സോഷ്യൽ കൌൺസിലർമാരാണ് ഓണാഘോഷവുമായി കോളനിയിലെത്തിയത്. ഓണം എന്തെന്നറിയാത്ത കോളനി നിവാസികളായ ചാത്തനും പുഷ്പയ്ക്കും സാമൂഹിക നീതി വകുപ്പിന് കീഴിലെ വനിതാ കൌൺസിലർമാർ ഒരുക്കിയ ഓണാഘോഷം സമ്മാനിച്ചത് അമ്പരപ്പും ആശ്ചര്യവുമായിരുന്നു. ഓണം എന്നത് ഇത്രയും വലിയ ആഘോഷമാണെന്ന് ഇപ്പോഴാണ് ഇവർ തിരിച്ചറിഞ്ഞത്. ആദ്യം എല്ലാവരും ചേർന്ന് ഓണപ്പൂക്കളമിട്ടു. പിന്നെ ഓണപ്പാട്ടുകൾ പാടി കോളനി പരിസരത്തെ ഉണർത്തി. തുടർന്ന് കുട്ടികൾക്കും തലമുതിർന്നവർക്കും സ്പെഷ്യൽ ഓണക്കോടിയും ഓണക്കിറ്റും നൽകി. മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള താഴേക്കോട മുള്ളൻമട ആദിവാസി കോളനിയിൽ ഇതാദ്യമായാണ് ഒരു ആഘോഷ പരിപാടി മലകയറിയെത്തുന്നത്. അരി, പച്ചക്കറി, പിന്നെ ഭക്ഷണം എല്ലാം കിട്ടി. ഞങ്ങൾ കിട്ടിയതൊക്കെ എന്താ മേച്ച് കുട്ടികൾക്ക് ഉടുപ്പ് എല്ലാം കിട്ടുന്നു. സാമൂഹിക നീതി വകുപ്പിന്റെ സൈക്കോ സോഷ്യൽ പദ്ധതി പ്രകാരം വിവിധ സ്കൂളുകളിൽ കൌൺസിലർമാരായി പ്രവർത്തിക്കുന്ന 40ഓളം വനിതകളാണ് ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട കോളനി നിവാസികൾക്കൊപ്പം ഓണം ആഘോഷിക്കാനെത്തിയത്. പ്രദേശത്തെ മറ്റൂരുകളിലും സംഘം സന്ദർശിച്ച ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു.
ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയത്തിൽ നിന്നും സ്വരൂപിച്ചുണ്ടാക്കിയ തുക കൊണ്ടാണ് ഇവർ കാടിന്റെ മക്കൾക്കായി ഈ കന്നിയോണം ഒരുക്കിയത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ജില്ലാ വാർത്തകളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.